സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എപ്പിസോഡ് ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ വിൻസോളിന്റെ അടിപൊളി ട്രിക്ക് കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ബാങ്കോ എന്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ് വിൻസോ ഗോൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ അടിപൊളി വീഡിയോ ഇട്ട് പോകുന്നതിന് ഇതുപോലത്തെ അടിപൊളി പേജിലോട്ട് റെഡിയും കൊണ്ടിരിക്കുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ഓപ്ഷൻ എടുക്കാൻ ചാനൽ എടുക്കുക. ചിലൂടെ നിങ്ങൾക്ക് ഫ്രീ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്തിട്ടോ. ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ എല്ലാവരും പോയിട്ട് എൻ്റെ ഫോളോ ചെയ്തേക്കാം കേട്ടോ. ലിങ്ക് കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റയിൽ ഫോളോ പറ്റുന്നവർക്കൊക്കെ ബാക്ക് ഫോളോ ഞാൻ തരാൻ നോക്കാം. ഓക്കെ, പക്ഷേ ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തെടുത്ത് ഇങ്ങനെ ഇന്റർഫേസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവുന്ന ഒരു വെയിറ്റ് ചെയ്യാട്ടോ, ജസ്റ്റ് ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ. ഈ വിൻസോ ഗോൾഡ് എന്ന് പറയുമ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്, വൈറലായ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ന്യൂ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്നാലും ഇതുപോലെ കണ്ടിന്യൂ വിത്ത് ഇംഗ്ലീഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അടിക്കാൻ പറയും. 550 രൂപ സൈനപ്പ് ബോണസ് കിട്ടുന്ന പറയുന്നത് ന്യൂ യൂസറിന്. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ബോണസ് കുറച്ച് ബോണസാണ് കിട്ടുക. ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ന്യൂ യൂസറായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 50 രൂപ പ്ലസ് നിങ്ങൾക്ക് ക്യാഷും കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ന്യൂ യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വാലറ്റിൽ 16 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിപൊളി ട്രിക്കാണ്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക. വീഡിയോ ലൈക്ക് അടിക്കുക, ആരും മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ എന്നാലും നമ്മൾ അടിപൊളി ട്രിക്കാണ്. ഏത് ഗെയിമിലെ ട്രിക്ക് വരുന്നത് വേൾഡ് വാറിലൊന്നുമല്ല. നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ ഒരു ഗെയിം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏലിയൻ ഷൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഏലിയൻ അറ്റാക്ക് ആ ഗെയിം എടുക്കുക. ആ ഗെയിം എടുത്തതിന് ശേഷം നമ്മൾ അതിലാണ് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ മോഡ് ഏൽപ്പിക്കുക, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നും ഈ ആപ്ലിക്കേഷനിൽ ആവശ്യമില്ല, അല്ല ഈ ഒരു ട്രിക്കിൽ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങൾക്കാണ് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ആ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്താണ്. പക്ഷേ ഞാൻ ഈ രജിസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വിൻസോ ഗോൾഡ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്നാലും ലോഡിംഗ് ആവേണ്ട ഗെയിം ജസ്റ്റ് ലോഡിംഗ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫസ്റ്റ് തന്നെ ഫ്രീ പ്ലേ കളിക്കുക. ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഫുള്ള് കാണുക. അതിനുശേഷം മാത്രം നിങ്ങളിത് ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ ലോസ് ആവും. ഓക്കെ, അപ്പോൾ എന്നാൽ നമ്മളിവിടെ മാച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. 2 ഓപ്പോണൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രീ മാച്ചാണ്, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കാര്യങ്ങളൊന്നും ലോസ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ശേഷം മാത്രം കളിക്കുക. അപ്പോൾ ഈ ട്രിക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗെയിം ഇങ്ങനെയാണ് ഗെയിം വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഇടയ്ക്ക് ഗെയിം ആദ്യമായിട്ട് കളിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, അതാണ് സംഭവം. പക്ഷേ ഈ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് വെറുതെ വെച്ചാൽ മാത്രം മതി. എനിക്ക് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ആയിക്കോളൂ. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങൾക്കാണ് സഹിക്കുന്നത് 70 പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്കാണ് സഹിക്കുന്നത്. ഇത് ഷൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വാലറ്റിൽ ആഡ് ആവുക. അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഷൂട്ട് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റും. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റിനെ പോയിട്ട് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ക്യാഷ് കാര്യങ്ങളൊക്കെ ലോസ് ആവും. അപ്പോൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നാലും 1 മിനിറ്റാണ് നമ്മുടെ 2 മിനിറ്റാണ് നമ്മുടെ പ്ലേ വരുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ പറ്റുന്ന പോലെ തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്കാണ് സംഖ്യ 70 സ്കോറിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങളിടയ്ക്ക് ഇങ്ങനെ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കളിക്കും, സാധാ പോലെ കളിക്കുമ്പോൾ നിങ്ങളിടയ്ക്ക് ജയിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് വെച്ചിട്ട് ഞാൻ ജയിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൈസ ഒക്കെ ആഡ് ചെയ്ത് കളിച്ച് നിങ്ങൾ ക്യാഷ് പോകും. അത് വിൻസോക്കാരെ ട്രിക്കാണ്. നമ്മൾ ഓപ്പോണൻറ്റ് ഇടയ്ക്ക് ബോട്ടാണ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് ടൈം ഫ്രീ പ്ലേ കളിക്കുമ്പോൾ മാക്സിമം ബോട്ട്സാണ് വരാൻ ചാൻസ്. അല്ലാത്തപ്പോഴാണ് നമ്മൾ പൈസ വെച്ച് കളിക്കുമ്പോഴാണ് ഒറിജിനൽ പ്ലെയർ വരുള്ളൂ. അപ്പോൾ അത് അവരുടെ ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ആഡ് ക്യാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ കളിക്കാനുള്ള ട്രിക്കാണ്, വിൻസോക്കാരുടെ ട്രിക്കാണ് നിങ്ങൾ ഫസ്റ്റിന് ജയിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ക്യാഷ് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഈ ട്രിക്ക് മാത്രം യൂസ് ചെയ്ത് മാത്രം കളിക്കുക. പിന്നെ വലിയ എമൗണ്ട് വെച്ച് കളിക്കരുത്. 2 to 5 ആ എമൗണ്ട് മാത്രം വെച്ച് കളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങൾക്കാണ് സംഖ്യ 255 പോയിന്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ ലൈവായിട്ട് എയിം ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റാണ് ഇവിടെ പ്ലേ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പറ്റുന്ന പോലെ കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്നാലും മേലെക്കൂടെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാലും ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, വിന്നർ നമ്മൾ തന്നെ ആവും. അത് അവരുടെ ട്രിക്കാണ്. ഓപ്പോണൻറ്റ് ബോട്ടായിരിക്കും. ഓക്കെ, ഷുവർ ആയിട്ടും ബോട്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ട്രിക്ക് യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ട്രിക്ക് യൂസ് ചെയ്യാൻ ഞാൻ എന്താ പറഞ്ഞ് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പോയിന്റ് കൊടുക്കരുത്, നിങ്ങൾ കളിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഈ കളിയിൽ രണ്ടാമത്തെ കളിയിൽ നിങ്ങൾ ട്രിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കളിക്കുകയും ചെയ്യരുത്. നിങ്ങളൊന്നും ഒരു പോയിന്റ്സ് കൂടെ എടുക്കരുത്. വേണമെങ്കിൽ റിപ്പയർ ചെയ്യാം. നമുക്ക് അവിടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ അതിന് മേലെ വന്ന് തട്ടുമ്പോൾ നമുക്ക് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ വേറെ നിങ്ങൾ ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ സ്കോർ എയിം ചെയ്യാനൊന്നും പാടത്തില്ല. പക്ഷേ ഞാൻ അതിൽ സ്കോർ അറിയാതെ എയിം ചെയ്ത് പോകുന്നുണ്ട് 2-3 സ്കോർ. പക്ഷേ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 0 ആവുന്നുണ്ട്. കൈയട്ടി എയിം ചെയ്താണ് ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആയപ്പോൾ റിപ്പയർ ആയിട്ടില്ലേ, ടാപ്പ് ടു റിപ്പയർ അത് ക്ലിക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് സ്കോർ ആയതാണ്. ഒരു സ്കോർ അത് തന്നെ പോയിക്കോളും. അപ്പോൾ നിങ്ങൾ കളിക്കുകയും ചെയ്യരുത്. നിങ്ങൾ എത്ര ടൈം ആകുമ്പോൾ കളിക്കണം ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. 1:20
ഒരു മിനിറ്റ് 20 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മേലെ നിന്ന് ഡ്രോപ്പ് താഴത്തേക്ക് ഇടും. ആ ഡ്രോപ്പ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സ്കോർ പെട്ടെന്ന് കയറുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം. ഈ ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്കും അതുപോലെ തന്നെ ബാങ്കിലേക്കും റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് സഹിക്കുന്ന 1:20 ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡ്രോപ്പ് അടിക്ക് വരുന്നത് നിങ്ങൾക്ക് സഹിക്കുന്നത്. ആ ഡ്രോപ്പ് ഞാൻ പിടിച്ചു. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ 4000 പോയിന്റ്സ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടിപൊളി ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുവരെ നിങ്ങൾ ഒന്നും ഏൺ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇനിയിപ്പോൾ സ്കോർ എടുത്തതിന് ശേഷം ആ ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറവ് സ്കോർ ആയിട്ടുള്ള ഷുവർ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്ത് ആയി പോയിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ കാണിച്ച വീഡിയോ ഫുള്ളി ലെങ്ത് ആയി പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ. നിങ്ങൾ സ്കോർ ഏൺ ചെയ്യരുത് കേട്ടോ. സ്കോർ ഏൺ ചെയ്ത് എനിക്ക് ഒന്നും കിട്ടത്തില്ല. സ്കോർ ഏൺ ചെയ്തിട്ടാണ് നിങ്ങൾ അങ്ങനെ കാട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കോർ കിട്ടും, 2000 കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഒറ്റയടിക്ക് 4000 5000 സ്കോറൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ ഏൺ ചെയ്യാതെ ആ 1:20 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ അത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. ഓക്കെ, പക്ഷേ എന്നാലും നമ്മൾ തന്നെ വിന്നർ ആവും, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. 4000 പോയിന്റ്സ് ആണ് നമ്മുടെ 4000 പോയിന്റ്സ് ആണ് നമ്മുടെ സ്കോർ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം കുറച്ചും കൂടി എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വാലറ്റിൽ ഇപ്പോൾ 41 രൂപ 21 ആഡ് ക്യാഷിലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് എനിക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് അതുപോലെ തന്നെ ബാങ്കിലേക്കും റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് കിട്ടിയ എമൗണ്ട് വിഡ്രോ അടിക്കാൻ 41 രൂപ ഉണ്ട്. അപ്പോൾ ഈ 41 രൂപ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പേടിഎം വാലറ്റ് ഉണ്ട്, UPI ഉണ്ട്, ബാങ്ക് ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഞാൻ പേടിഎം വാലറ്റിലേക്കാണ് റെഡീം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പേയ്മെൻറ്റും കാര്യങ്ങൾ ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രം ബാക്ക് അടിക്കുക. അപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ട് മേലെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി ഇവിടെ കൂടി സക്സസ്ഫുൾ കാണിച്ച 38.95 രൂപയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മൾ പേടിഎം വാലറ്റിൽ ദയവായിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ പേയ്മെന്റ് പക്കറ്റിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്ന ടൈമും ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. വിൻസോ എന്ന് പറഞ്ഞിട്ടാണ് പേയ്മെന്റ് റിസീവ് ആയിരിക്കുന്നത്. അടിപൊളി ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത്